ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാനാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിനായി കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാൻ 900 ഗ്രാമിൻ്റെ നൂഡിൽസാണ് എടുത്തത്. ഇതൊന്ന് വെന്ത് വരാൻ 5 മിനിറ്റ് എടുക്കും. അധികം വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഊറ്റി കോരിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചിക്കനിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. വേവുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ചിക്കൻ നമുക്കൊന്ന് ചെറു കഷ്ണങ്ങളായി ചിക്കിയെടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ മാറ്റി വെക്കണം, ഇതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ സോയാ സോസ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ചിക്കൻ പൊരിച്ച് അതേ പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചിക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കണം. 2 മീഡിയം സൈസ് ക്യാപ്സിക്കം, 2 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 250 ഗ്രാം ബീൻസും സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. അതിനായി പാനിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളി അല്ലികൾ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ഉള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. വെന്തുടയാൻ നിൽക്കരുത്. വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കി വെച്ച ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സാക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് അല്പമായി ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.